Plus 2 physics, electric charges and field. അതിന്റെ പാർട്ട് 3 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൂളംസ് ലോ ആണ്. കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലെ, മറ്റൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവ തമ്മിലൊരു റിപ്പൽഷൻ ഉണ്ടാവും, ശരിയല്ലേ? അതേപോലെ ഇവിടുത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ. അതേപോലെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവ തമ്മിലും എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും, ശരിയല്ലേ? നമ്മൾ ഇതിനെ ഇവിടെ കോമൺ ആക്കി എഴുതാം. റിപ്പൽഷൻ. ഓക്കെ, ഇനി ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട്, അല്ലെ? അപ്പൊ ഇവ തമ്മിൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും, ശരിയല്ലേ? ഇതാണ് നമ്മൾ പറയുന്ന ചാർജിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ലൈറ്റ് ചാർജസ് റിപ്പൽസ്, അല്ലെ? ലൈറ്റ് ചാർജസ് എന്താണ്? സെയിം ചാർജസ്, രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്, അല്ലെ? ലൈറ്റ് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ്. അൺലൈക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരെണ്ണം പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും, അല്ലെ? അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു പറയാം? അട്രാക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ചാർജിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെ? ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് ഈച്ച് അതർ. നോട്ട് ചെയ്തോ? ഇതാണ് ചാർജിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് ഒരു പേര് പറയാം. Cavendish law of electrostatic repulsion and attraction. Okay, so properties of electric charge. First property എന്ന് പറയുന്നത് ഏതാണ്? Cavendish law of electrostatic repulsion and attraction. എന്ന് പറഞ്ഞാൽ സെയിം ചാർജസുകൾ തമ്മിൽ, ലൈറ്റ് ചാർജസ് തമ്മിൽ, രണ്ടും പോസിറ്റീവ് രണ്ടും നെഗറ്റീവ്, ലൈറ്റ് ചാർജസ് തമ്മിൽ റിപ്പൽഷനും അൺലൈറ്റ് ചാർജസ് തമ്മിൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വീഡിയോ ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി പേര് എന്താണ്? കാവൻഡിഷ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ആൻഡ് അട്രാക്ഷൻ. കാവൻഡിഷ് എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ് ആണ്, ഒപ്പം അയാളൊരു കെമിസ്റ്റും കൂടിയാണ്. നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഹെൻറി കാവൻഡിഷ് ആണ്. ഫസ്റ്റ് ഇയർ നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിച്ചതാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഏതാണ്? ലൈറ്റ് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് കാവൻഡിഷ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഈ പ്രോപ്പർട്ടി നമ്മൾ നോക്കാം. ഓക്കെ, ഇതൊരു ബോഡിയാണ്. ഓക്കെ, ഈ ബോഡിയുടെ ഡിഫറെന്റ് ലൊക്കേഷൻസിലേക്ക് എന്തുണ്ട്? ചാർജസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഒരു ചാർജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു +2 കൂളം ചാർജ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നെഗറ്റീവ് ചാർജ് ആണ് -7 കൂളം. -7 കൂളം. ഈ ഒരു പോയിന്റിൽ +3 കൂളം. ഓക്കെ, അപ്പൊ നോക്കേ, ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഡിഫറെന്റ് ലൊക്കേഷൻസിൽ, അല്ലെ? നമ്മൾ 3 ലൊക്കേഷനിൽ 3 ചാർജസ് ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കാണിച്ചിരിക്കുന്ന ചാർജസിന്റെ എല്ലാം എന്തെടുത്താൽ മതി? ഓൾജിബ്രിക് സം എടുത്താൽ മതി. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത്. ഒരു ബോഡിയുടെ
ഡിഫറെന്റ് റീജിയൻസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സിൽ ചാർജസ് ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻഡിവിജ്വൽ ചാർജസിന്റെ എന്തെടുത്താൽ മതി, ആൾജിബ്രിക് സം എടുത്താൽ മതി. ഓക്കെ, ഇവിടുത്തെ കേസിലെ ടോട്ടൽ ചാർജ് Q is equal to ടോട്ടൽ ചാർജ് Q is equal to എന്ത് ചെയ്യണം, +2 കൂളം അല്ലെ, പിന്നെ അതിന്റെ കൂടെ -7 കൂളം +3 കൂളം. ഓക്കെ, ആഡ് ചെയ്ത് നോക്കാം. +2 +2 -7 എത്ര ആഡ് ചെയ്യുമ്പോൾ -5 കൂളം. ശരിയല്ലേ? ഡിഫറൻസ് സൈൻ ആകുമ്പോഴത്തേക്ക് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം -5. അതിന്റെ കൂടെ ഇനി എന്ത് ചെയ്യണം, +3 കൂളം ആഡ് ചെയ്യണം അല്ലെ. വീണ്ടും ഡിഫറൻസ് സൈൻ ആയതുകൊണ്ട് നെറ്റ് ചാർജ് എത്ര ആകുന്നത്, -2 കൂളം. അപ്പോൾ അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുന്നത് ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി is the algebraic sum of individual charges at the different locations. Okay, ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ആ ബോഡിയുടെ ഡിഫറെന്റ് ലൊക്കേഷൻസിലുള്ള ചാർജിന്റെ എന്തെടുത്താൽ മതി, ആൾജിബ്രിക് സം എടുത്താൽ മതി. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞു. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാവൻഡിഷ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. അതായത് എന്താ പറയുന്നത്, like charges repels and the unlike charges attract each other. Okay, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഏതാണ്, അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് അല്ലേ. അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ഡിഫറെന്റ് ലൊക്കേഷൻസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് റീജിയൻസിൽ ചാർജുകൾ ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഇൻഡിവിജ്വൽ ചാർജസിന്റെ എന്തെടുത്താൽ മതി, ആൾജിബ്രിക് സം എടുത്താൽ മതി. റെഡിയോ? നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പം നമ്മള് കൺസർവേഷൻ ലോസ് നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് പഠിച്ചിട്ടുണ്ട്. അതേപോലുള്ള ഒരു ലോ ആണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പം ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ടോട്ടൽ ചാർജ് അല്ലെ, ടോട്ടൽ ചാർജ് ഇൻ ദ കേസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് അല്ലെ. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. in the case of അല്ലെങ്കിൽ for an isolated system, for an isolated system ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അല്ലെ, ടോട്ടൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാത്ത സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു സ്പേസിൽ ഒരു പോർഷനിൽ ഒരു ചാർജ്ഡ് ബോഡി ഇരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് മാറ്റർ ഇരിപ്പുണ്ടെങ്കിൽ ആ ചാർജ്ഡ് മാറ്ററിൽ നിന്നും ചാർജ് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആ ചാർജ് അതിലേക്ക് ചാർജ് വരാനോ പാടില്ല. വീഡിയോ അത്തരം സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. പറയാം, ഐസൊലേറ്റഡ് സിസ്റ്റം മീൻസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു സ്പേസിൽ ഒരു റീജിയനിൽ ഒരു ചാർജ്ഡ് മാറ്റർ ഉണ്ടെങ്കിൽ ആ ചാർജ്ഡ് മാറ്ററിലെ ചാർജ് നഷ്ടപ്പെടാനോ പുതുതായി ചാർജ് ലഭിക്കുവാനോ പാടില്ല. അത്തരം സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ടോട്ടൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു സിൽക്ക് ക്ലോത്ത് ആയിട്ട് സങ്കല്പിക്കുക. ഈ കയ്യിലിരിക്കുന്നത് ഈ മാർക്കർ പെൻ ഗ്ലാസ് റോഡായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇത് നമുക്കറിയാം, ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ് അല്ലെ. ഏതൊക്കെ തമ്മിലാണ്, ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും തമ്മിൽ എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു ആണല്ലോ. അപ്പം റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ
ഫ്രിക്ഷൻ മൂലം ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺസ് എവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആണല്ലോ. അപ്പൊ ഗ്ലാസ് റോഡ് എന്ത് സംഭവിച്ചത്? ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലെ. സിൽക്ക് ക്ലോത്ത് എന്ത് സംഭവിച്ചത്? ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു അല്ലെ. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഗ്ലാസ് റോഡിൽ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജും. സിൽക്ക് ക്ലോത്തിന് എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. ശരിയാണല്ലോ. ഓക്കെ. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുകയാണ്. ഓക്കെ. റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്ത് ആണ്. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്ത് ആണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു അല്ലെ. അപ്പം ഇലക്ട്രോൺസ് എവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും? ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അപ്പം റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് റോഡിന് ചാർജ് ഇല്ല അല്ലെ. റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് റോഡിന് ചാർജ് ഇല്ല. ഗ്ലാസ് റോഡ് ന്യൂട്രൽ ആണ്. അതേപോലെ സിൽക്ക് ക്ലോത്തിന് എന്തില്ല? ചാർജ് ഇല്ല. അപ്പൊ ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിംഗ്, എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് കേട്ടോ. ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിംഗ് 0 ആണ്. ഓക്കെ. റബ്ബിംഗ് മുമ്പുള്ളതാണ്. ഇനി റബ്ബ് ചെയ്തു അല്ലെ. റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്ക് ക്ലോത്തിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് അല്ലെ എത്രയാണ്? -1.6 into 10⁻⁻19 കൂളമാണ്. നേരത്തെ പഠിച്ചിട്ടില്ല. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 into 10⁻⁻19 കൂളമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഷോർട്ട് ആക്കി. അങ്ങനെ നമുക്ക് -e എഴുതാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ ഗ്ലാസ് റോഡിൽ നിന്നും ഒരു ഇലക്ട്രോൺ ആണ് അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചോ. ഗ്ലാസ് റോഡിൽ നിന്നും 2 ഇലക്ട്രോൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അപ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് എത്രയായിട്ട് മാറും? എത്രയായിരിക്കും? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് -e ആണ്. അപ്പൊ 2 ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് എത്രയായി? -2e ആയി. ശരിയല്ലേ? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് -e. സിൽക്ക് ക്ലോത്തിന് 2 ഇലക്ട്രോൺ ലഭിച്ചു. അപ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -2e. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് റോഡിന്റെ ചാർജ് എന്തായിരിക്കും? ഗ്ലാസ് റോഡിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് റോഡിന്റെ ചാർജ് +2e. ഇനി ഇവിടുത്തെ ടോട്ടൽ ചാർജ് കണ്ടുപിടിച്ചേ. ടോട്ടൽ ചാർജ് ആഫ്റ്റർ റബ്ബിങ്ങിന് ശേഷമുള്ള ചാർജ് നോക്കാം അല്ലെ. ഗ്ലാസ് റോഡിന്റെ ചാർജ് +2e, സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -2e. അപ്പൊ നെറ്റ് ചാർജ് എത്രയാണ്? 0. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ കേസിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മൊത്തം 3 പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കാവൻഡിഷ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്തായിരുന്നു? ആ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് റീജിയൻസിലുള്ള ചാർജിന്റെ എന്ത് സം എടുക്കണം? ആൾജിബ്രിക് സം എടുത്താൽ മതി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. അതാണ് പ്രോപ്പർട്ടി. ഓക്കെ. നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ഓക്കെ. അപ്പൊ നോക്കാം, ആ പ്രോപ്പർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം നമുക്ക്. According to condensation of electric charge, total charge on a body, ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് is an integral multiple of fundamental charge. ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ. നമുക്കറിയാം, അതറിയണം. ഫണ്ടമെന്റൽ ചാർജ് അല്ലെങ്കിൽ നമുക്ക് പേര് പറയാം ബേസ് ചാർജ് എന്ന് പറയാം. ഓക്കെ. ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചാർജിന്റെ അല്ലെങ്കിൽ പറയാം ബേസ് ചാർജിന്റെ ഇതായിരിക്കും ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മുമ്പത്തെ അതേ എക്സാമ്പിൾ എടുക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും തമ്മിൽ എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും തമ്മിൽ റബ്ബ് ചെയ്യുന്നു.
റബ്ബ് ചെയ്യുന്നു അല്ലെ. ഇവിടെ എന്ത് സംഭവിക്കും? ആ ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ശരിയല്ലേ? ഓക്കെ. അപ്പം സിൽക്ക് ക്ലോത്തിന് എന്ത് ചാർജ് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജാണ്. അപ്പൊ നിങ്ങൾ നോക്കേ, ഇവിടെ റബ്ബിങ്ങിന്റെ ഫലമായിട്ട് ഗ്ലാസ് റോഡിൽ നിന്നും റബ്ബിങ്ങിന്റെ ഫലമായിട്ട് സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് എത്രയാണ്? -3 ആണ് കേട്ടോ. റബ്ബിങ്ങിന്റെ ഫലമായിട്ട് സിൽക്ക് ക്ലോത്തിന് ലഭിച്ച ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണല്ലോ. അപ്പം സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -3e എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനർത്ഥം ഇവിടെ സിൽക്ക് ക്ലോത്തിന് എത്ര ഇലക്ട്രോൺസ് ലഭിച്ചെന്ന് അർത്ഥം? 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തെന്ന അർത്ഥം. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് എത്രയാണ്? സോറി, ഗ്ലാസ് റോഡിന്റെ ചാർജ് എത്രയാണ്? +3 ആയി. ശരിയാണോ? എന്താണ് അതിന്റെ മീനിങ്? ഗ്ലാസ് റോഡിൽ നിന്നും 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതാണ് അർത്ഥം. ശരിയല്ലേ? ഓക്കെ. ഇനി ഞാൻ ഇങ്ങനെ പറയാണ്, ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും റബ്ബ് ചെയ്തു. റബ്ബ് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മുടെ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -10e, അതേപോലെ ഗ്ലാസ് റോഡിന്റെ ചാർജ് എത്രയാണ്? അപ്പോൾ എത്രയായിരിക്കും? +10e ആണല്ലോ. അപ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -10e എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സിൽക്ക് ക്ലോത്തിന് റബ്ബിങ്ങിന്റെ ഫലമായിട്ട് 10 ഇലക്ട്രോൺസ് ലഭിച്ചതാണ് അർത്ഥം. ശരിയല്ലേ? +10e എന്ന് പറഞ്ഞാലോ റബ്ബിങ്ങിന്റെ ഫലമായിട്ട് ഗ്ലാസ് റോഡിന് 10 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതാണ് അർത്ഥം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഈ 2 എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി അവിടെ നോക്കേ, റബ്ബിങ്ങിന്റെ ഫലമായിട്ട് ഞാൻ പറയുവാണ് സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് -12e എന്നാണ്. അങ്ങനെ സംഭവിക്കും. നമ്മൾ പറഞ്ഞു സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന അർത്ഥം. ശരിയല്ലേ? അതായത് സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -10e എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന അർത്ഥം ആണോ? അപ്പോൾ സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -12e എന്ന് പറഞ്ഞാൽ പകുതി ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന വരൂ? ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഇയുടെ ഫ്രണ്ടിൽ വരുന്ന നമ്പർ എപ്പോഴും ഏത് നമ്പേഴ്സേ വരത്തുള്ളൂ? 1, 2, 3, 4, 5 എന്ന് മാത്രമേ വരത്തുള്ളൂ. റെഡിയോ? ഈ ഇയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫണ്ടമെന്റൽ ചാർജ്. റെഡിയോ? അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് കേട്ടോ, ജനറൽ ആയിട്ട് പറയാം, ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് Q എന്ന് പറയുന്നത് അല്ലേ, എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? ഫണ്ടമെന്റൽ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഫണ്ടമെന്റൽ ചാർജ് ഏതാ? നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ്. റെഡിയോ? ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചാർജിന്റെ അല്ലെങ്കിൽ നമുക്ക് പറയാം ബേസ് ചാർജിന്റെ അല്ലേ. ബേസ് ചാർജ് മീൻസ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജിന്റെ എന്തായിരിക്കും? ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഇയുടെ ഫ്രണ്ടിൽ എന്ത് വരത്തില്ല? ഫ്രാക്ഷൻസ് വരത്തില്ല എന്നർത്ഥം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ജനറൽ എങ്ങനെ എഴുതാം? Q is equal to NE എന്ന് എഴുതാം കേട്ടോ. ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ബേസ് ചാർജിന്റെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ. ഇനി ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് വരാം നെഗറ്റീവ് വരാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ഓർ മൈനസ്. ശരിയല്ലേ? ഇനി എന്നിന്റെ വാല്യൂ ഏതാണ്? 1, 2, 3, 4 എക്സെട്ര. റെഡിയോ? അപ്പൊ ഈയുടെ ഫ്രണ്ടിൽ ഫ്രാക്ഷൻസ് വരാത്ത കാര്യം മനസ്സിലായല്ലോ. ഓക്കെ. ഇതാണ് കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇതാണ് 4ാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ. ഇനി നമുക്ക് 5ാമത്തെ പ്രോപ്പർട്ടി, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. എളുപ്പമുള്ള പ്രോപ്പർട്ടിയാണ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് ബോഡിയുടെ ചാർജിന് യാതൊരു ചേഞ്ചും വരത്തില്ല. എന്തിനനുസരിച്ചിട്ട്? ആ ബോഡിയുടെ സ്പീഡ് അനുസരിച്ചിട്ട്. എന്ന് വെച്ചാൽ ഒരു ബോഡി റെസ്റ്റ് ഇരിക്കുമ്പോൾ എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജ് തന്നെയായിരിക്കും മോഷനിൽ ഇരിക്കുമ്പോൾ. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇൻവേരിയൻസ് മീൻസ് എന്താണ്? മാറ്റമില്ലാതെ. ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, 5ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇവിടെ പറയുന്നതാണ് ചാർജ് അറ്റ് റെസ്റ്റ്.
ഒരു ബോഡിക്ക് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജ് തന്നെയായിരിക്കും എന്തിലായിരിക്കുമ്പോഴും മോഷനിലായിരിക്കുമ്പോഴും. എന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ ചാർജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് ഇൻവേരിയൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇത്രയാണ് നമ്മുടെ ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടി. കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ലോ ആണ്. കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്. എന്താണ്? ഇപ്പൊ രണ്ട് ചാർജസ് ഉണ്ട്, രണ്ട് ചാർജസ് റെസ്റ്റിൽ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. എങ്ങനെയുള്ള ഫോഴ്സ് ആയിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ അല്ലെ. റെസ്റ്റിൽ ഇരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ ഒന്നുകിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരിക്കും. അപ്പോൾ കൂളംസ് ലോ പറയുന്നത് റെസ്റ്റിലിരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ചാർജസ്. കേട്ടോ, ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലെ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് ചാർജുകൾ തമ്മിലുള്ള അകലത്തിന്റെ സ്ക്വയറിന് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഈ ലോയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നില്ലേ? ശരിയല്ലേ? അപ്പൊ നോക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ രണ്ട് പോയിന്റ് ചാർജസ് എടുത്തു. അതെ, Q1 Q2, രണ്ട് പോയിന്റ് ചാർജസ് Q1 Q2. അപ്പൊ പോയിന്റ് ചാർജസ് എന്ന് പറഞ്ഞാല് രണ്ട് ചാർജസിനെ നമ്മൾ പോയിന്റ് ചാർജസ് എന്ന് പറയണമെങ്കിൽ ആ ചാർജിന്റെ സൈസും അവ തമ്മിലുള്ള സെപ്പറേഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സൈസ് വളരെ കുറവായിരിക്കണം കേട്ടോ. രണ്ട് ചാർജസിനെ പോയിന്റ് ചാർജസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തോ കണ്ടീഷൻ? ഈ ചാർജസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ചാർജിന്റെ ബോഡി തമ്മിലുള്ള ഡിസ്റ്റൻസും സെപ്പറേഷനും ബോഡിയുടെ സൈസും കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വളരെ കുറവായിരിക്കണം. അപ്പൊ നമ്മൾ പറയും പോയിന്റ് ചാർജസ് പറയും. അപ്പൊ നോക്കേ, Q1 Q2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ചാർജസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ചാർജസ് ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? വാക്വത്തിലാണ്. കേട്ടോ, വാക്വത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു വേർഡ് പറയാറുണ്ട്, ഫ്രീ സ്പേസ് എന്നും പറയാറുണ്ട് കേട്ടോ. ഫ്രീ സ്പേസ്, വാക്വം ഓർ ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പം Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് ഇരിക്കുകയാണ്, വാക്വത്തിലിരിക്കുകയാണ്, ശൂന്യതയിലിരിക്കുകയാണ്, ഫ്രീ സ്പേസിലിരിക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് R നൽകാം കേട്ടോ. രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R നൽകാം. ഓക്കെ, അപ്പൊ രണ്ട് പോയിന്റ് ചാർജസ്. പോയിന്റ് ചാർജസ് എന്താന്ന് പറഞ്ഞു? ഈ ചാർജസിന്റെ സൈസും ഈ ഡിസ്റ്റൻസും കമ്പയർ ചെയ്യുമ്പോൾ ചാർജ് ബോഡിയുടെ സൈസ് ചെറുതായിരിക്കണം. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പോയിന്റ് ചാർജസ്. ഇത് എവിടെ ഇരിക്കുകയാണ്? ഇത് റെസ്റ്റിലാണ്. എവിടെയാണ് ഇരിക്കുന്നത്? വാക്വത്തിലാണ്. തമ്മിലുള്ള സെപ്പറേഷൻ R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജസ് തമ്മിൽ നമുക്ക് പറയാം ഒന്നുകിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം റിപ്പൽസീവ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ നമുക്ക് F നൽകാം കേട്ടോ. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ നമുക്ക് F നൽകാം. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു അല്ലെ. എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഈ രണ്ട് ചാർജസിന്റെ പ്രോഡക്റ്റ് എന്നുവെച്ചാൽ ഇതിന്റെ ചാർജ് Q1, ഇതിന്റെ ചാർജ് Q2. അപ്പൊ പ്രോഡക്റ്റ് എന്ത് വരും? Q1 Q2. ഇതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്ക് എക്സ്പ്രഷൻ 1 നൽകാം. ഓക്കെ, ഇനി രണ്ടാമത് ഈ ലോയിൽ പറഞ്ഞിരിക്കുന്നത് ഇവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അത് നമുക്ക് മാത്തമാറ്റിക്കലി അട്രാക്റ്റീവ് ഫോഴ്സ് F നൽകാം. ഇൻവേഴ്സ്ലി എന്നുള്ളതിന് പകരം പ്രപ്പോർഷണൽ എന്ന് ഇടാം. പകരം ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? R ആണ്. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ R സ്ക്വയർ. അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എങ്ങനെ എഴുതണം? 1/R² എഴുതണം. റെഡിയോ? ദാറ്റ് ഈസ് അവർ എക്സ്പ്രഷൻ 2. ഇനി നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ കമ്പൈൻ ചെയ്യാം. കമ്പൈനിങ് 1 and 2. കമ്പൈനിങ് 1 and 2. കമ്പൈനിങ് 1 and 2. ഓക്കെ, ലെഫ്റ്റ് സൈഡ് F തന്നെ വരും. F പ്രപ്പോർഷണൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ആയി കേട്ടോ. Q1 Q2 into 1/R². Q1 Q2 into
1 by r square മൾട്ടിപ്ലൈ ചെയ്ത് തരും q1 q2 by r square. റെഡിയോ? ഓക്കെ. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡ് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് f ഈക്വൽ ടു കോൺസ്റ്റന്റ് k എടുക്കാം. k into q1 q2 by r square. ഈ മൾട്ടിപ്ലൈ ചെയ്ത ഈ കോൺസ്റ്റന്റിനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആണോ, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ഗ്രീക്ക് സിമ്പിൾ ആണ് കേട്ടോ. ഗ്രീക്ക് വേരിയബിൾ ആണ്. എപ്സിലോൺ 0 അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട് എന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണ്. ഓക്കെ. എവിടെയായിട്ടാണ്? ഒരു മീഡിയം ഇല്ല. ഇവിടെ ചാർജസ് ഇരിക്കുന്നത് വാക്വത്തിലാണ് കേട്ടോ. വാക്വത്തിലായതുകൊണ്ടാണ് കെയുടെ വാല്യൂ എത്രയാണ്? 1/4πε0. ഓക്കെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ മാറ്റാം. F is equal to k ക്ക് പകരം k യുടെ വാല്യൂ എത്ര? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ പറഞ്ഞേ 1/4πε0 into q1 q2 by r square. ഓക്കെ. അപ്പൊ നമ്മുടെ k എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണ്. അതായത് ഈ എപ്സിലോൺ 0 നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ, അത് വേറൊരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം കേട്ടോ. അപ്പൊ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്രീ സ്പേസുമായി ബന്ധപ്പെട്ട വാക്വവുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ. ഇനി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0 വാല്യൂ അറിഞ്ഞിരിക്കുക. വാല്യൂ അതിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 into 10⁻⁻12 കേട്ടോ. 10⁻⁻12 ആണ്. 10⁻⁻12 കൂളോം സ്ക്വയർ N⁻⁻1 m⁻⁻². റെഡിയോ? അപ്പൊ പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ ആണ് 1/4πε0. അതിൽ ഈ എപ്സിലോൺ 0 വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 8.85 into 10⁻⁻12. അതിനോട് യൂണിറ്റ് കൂടെ പഠിക്കണം. യൂണിറ്റ് കൂളോം സ്ക്വയർ N⁻⁻1 m⁻⁻². റെഡിയോ? ഇനി ഇനി നമ്മള് ഈ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ 1/4πε0 നമുക്ക് ഇതിനകത്ത് വാല്യൂ അറിയാം. പൈയുടെ വാല്യൂ അറിയാം 3.14 ആണ്. ഇപ്പൊ നമ്മുടെ ഇതിന്റെ വാല്യൂ ഉണ്ട്, എപ്സിലോൺ 0 വാല്യൂ ഉണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ എത്ര ഉണ്ടെന്ന് അറിയാമോ? 9 into 10⁻⁹ ആയി. ഇനി എവിടെ 1/4πε0 കണ്ടാലും അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 9 into 10⁻⁹ കൊടുക്കാം അല്ലേ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? നമ്മളെ ഇക്വേഷൻ F is equal to 1/4πε0 സ്ഥാനത്ത് നമുക്ക് ഇനി എഴുതാം 9 into 10⁻⁹ into q1 q2 by r square എന്ന് മാറ്റി എഴുതാം. അപ്പൊ 9 into 10⁻⁹ മനസ്സിലായോ? നമ്മുടെ 1/4πε0 പൈയുടെയും എപ്സിലോൺ 0യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ കിട്ടിയ വാല്യൂ ആണ് 9 into 10⁻⁹ എന്ന് പറയുന്നത്. റെഡിയല്ലോ? ഓക്കെ. ഇവിടെ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു? രണ്ട് പോയിന്റ് ചാർജസ് വാക്വത്തിലാണ് എന്ന് പറയാൻ നമുക്ക് തുടങ്ങിയിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഞാൻ പറയുവാണ് നമ്മുടെ ചാർജസ് ഫ്രീ സ്പേസിലല്ല, ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ Q1 Q2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ചാർജസ് റെസ്റ്റിൽ തന്നെയാണ്, പക്ഷെ എവിടെയാണ് ഇരിക്കുന്നത്? ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ എടുക്കാം? എപ്സിലോൺ എന്നാണ് എടുക്കുന്നത് കേട്ടോ.
മുമ്പേ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എപ്സിലോൺ 0 എഴുതുന്നത്. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി നമുക്ക് എടുക്കാം. ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ എപ്സിലോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ അറിയാമോ? F is equal to 1/4π എപ്സിലോൺ 0 നമ്മുടെ സ്ഥാനത്ത് വരും എപ്സിലോൺ വരും, അത്രേ ഉള്ളൂ, ഇൻറ്റു Q1 Q2 by R². അപ്പം ഈ രണ്ട് എക്സ്പ്രഷൻ വ്യത്യാസം മനസ്സിലായോ? ഇവിടുത്തെ കേസിൽ ചാർജസ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രീ സ്പേസിലോ വാക്വത്തിലോ ആണ്. ഇവിടെയാ ചാർജ് ഒരു മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. വീഡിയോ ഇക്വേഷൻ വരും 1/4π എപ്സിലോൺ ഇൻറ്റു Q1 Q2 by R². ഓക്കെ, ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ ആ ടോപ്പിക് ചെയ്യും. ഓക്കെ, ഞാനിവിടെ വേറൊരു ടേം പറയുകയാണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കേട്ടോ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് പറഞ്ഞത് എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അടുത്ത ടേം പറയാണ് ഏതാണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ എപ്സിലോൺ ആർ. നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പൊ തൽക്കാലം ഈ ഒരു എക്സ്പ്രഷൻ ഇതായതിനു വേണ്ടി ഞാൻ എഴുതുവാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. കേട്ടോ, ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. എന്നൊക്കെ നമ്മൾ റേഷ്യോ ആണെന്ന് ചോദിച്ചാൽ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അല്ലെ, അപ്പൊ മാത്തമാറ്റിക്കൽ നമുക്ക് എഴുതാം എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എഴുതാം. ഇതിലൂടെ ഇനി നോക്കേ, ഈ എപ്സിലോൺ 0 ഇവിടെ കൊണ്ടുവരാം. ഇത് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ എപ്സിലോൺ 0 ഇൻറ്റു ആവും അല്ലേ? എപ്സിലോൺ ആർ ഇങ്ങനെ എപ്സിലോണെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എഴുതാം. ശരിയല്ലേ? അതിന് തിരിച്ചിങ്ങോട്ട് വാ. is equal to 1/4π എപ്സിലോണിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 by R². ശരിയാണോ? മുമ്പ് പറഞ്ഞു 1/4π എപ്സിലോൺ 0 എവിടെ വന്നാലും നമ്മൾ അവിടെ എന്ത് കൊടുക്കും? എന്റെ വാല്യൂ 9 ഇൻറ്റു 10⁻⁹ കൊടുത്താൽ പോരെ? ഡിവൈഡ് ബൈ താഴെ ആരുണ്ട്? എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 by റേഡിയോ. ഇത്രയും കാര്യങ്ങളാണ് കൂളോംസ് ലോയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ കൂളോംസ് ലോ എന്ന് പറയുന്നത് എന്താ പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ് പറയുന്നത് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് അവ തമ്മിലുള്ള അല്ലെ ചാർജസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റേഡിയോ. അപ്പോൾ ചാർജസ് വാക്വത്തിലോ ഫ്രീ സ്പേസിലോ ആണെങ്കിൽ നമ്മുടെ എഫ് ഇൻഡിക്കേഷൻ എന്തുവാ? 1/4π എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 by R². ഇനി ചാർജസ് ഒരു മീഡിയത്തിലാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. മീഡിയത്തിലാണെങ്കിൽ 1/4π എപ്സിലോൺ ഇൻറ്റു Q1 Q2 by R². പിന്നെ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് ഇങ്ങനെ മാറ്റി എഴുതാം. എപ്സിലോൺ ആർ എന്ന് മനസ്സിലായല്ലോ. എപ്സിലോൺ ആർ എന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് കേട്ടോ. എപ്സിലോൺ ആർ എന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതൊരു റേഷ്യോ ആണ്. എന്തൊക്കെ റേഷ്യോ? മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയും ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ. +2 ഫിസിക്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് അതിന്റെ പാർട്ട് 3 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൂളോംസ് ലോ ആണ്. കൂളോംസ് ലോയിൽ